അത് പാര ഞങ്ങളെ ഒരു കുടുംബക്കാരനാണ്. ഇതെങ്ങനെയാണ് നമ്മളെ കുടുംബം? അതിൻ്റെ വല്യാപ്പാൻ്റെ എത്രാമത്തെ പേരക്കുട്ടിയാണ്? അതിൻ്റെ എളാപ്പയായിട്ടാണോ വരിക? എൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ടാണോ വരിക? അതല്ല, എങ്ങനെയാണ് ആ ബന്ധം നമുക്കൊരു മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ആ കുടുംബത്തെക്കുറിച്ച് പഠിക്കണം. കുടുംബബന്ധം ഇവിടെ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞ് ശ്രദ്ധിച്ചു നിങ്ങൾ, കുടുംബബന്ധം ചേർക്കൽ ഇസ്ലാമിൽ വലിയ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. കുടുംബബന്ധം മുറിക്കുന്നതിന് വളരെയധികം ഗൗരവവും പറഞ്ഞിട്ടുണ്ട്. കുടുംബബന്ധം മുറിക്കുന്നത് ചെറുദോഷമല്ല, വൻദോഷമാണ്. കുടുംബബന്ധം മുറിക്കാൻ പാടില്ല. അത് ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ ചേർക്കാനുള്ള വഴികൾക്ക് വ്യത്യാസം ഉണ്ടാവും. മുൻകാലങ്ങളിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിലെ വീടുകളിൽ കല്യാണം ഉണ്ടാവും. കല്യാണം ഉണ്ടാവുമ്പോൾ കല്യാണത്തിൻ്റെ തലേന്നും അതിൻ്റെ തലേന്നൊക്കെ ആയിട്ട് കുടുംബങ്ങൾ വരും. വന്നിട്ട് പന്തലിടാനും അവരുണ്ടാകും. അവിടെ തന്നെ അവിടെ ഈ ഇറച്ചി മുറിക്കാനും എല്ലാത്തിനും കുടുംബങ്ങളുടെ കൂടും. ഇന്ന് ആ ശൈലി പോയി. ഇന്ന് ഭക്ഷണം നമ്മളാരും പാകം ചെയ്യേണ്ട, ഓർഡർ കൊടുക്കുകയാണ്. പന്തലിടേണ്ട അത് ഓർഡറാണ്. അല്ല, അപ്പോൾ അതും വേണ്ട, അപ്പോൾ ഓഡിറ്റോറിയത്തിലാണ് പോയി. ഇവിടെ ഹോട്ടലിന് ചോറ് കൊടുച്ചു തന്നെ വാങ്ങി കൊടുക്കണ മാതിരി പോയി ഓഡിറ്റോറിയത്തിൽ പോയി ഭക്ഷണം കഴിച്ച് പോരുന്ന സ്ഥിതിയിൽ നമ്മളിനി കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി കാര്യമായിട്ടൊന്നും എന്ത് ചെയ്യില്ല, ഈ കുടുംബങ്ങൾ തമ്മിൽ ഇണക്കി ചേർക്കാൻ കഴിയുന്നില്ല. പിന്നെ രണ്ടാമതൊരു മാർഗം ഉണ്ടായിരുന്നത് മരിച്ചോടത്ത് കൂടുമ്പോഴാണ്. പണ്ടൊക്കെ മരിച്ചോടത്ത് കൂടുമ്പോൾ അവിടെ മയ്യത്ത് എടുക്കണ നേരെ പ്രഖ്യാപിക്കുന്നല്ലാതെ മയ്യത്ത് നിസ്കാര സമയത്ത് പ്രഖ്യാപിക്കൂല. അതെല്ലാവരും ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടുംബം കല്യാണം മരിച്ചു പറയാനൊക്കെ പോകും. എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് അവിടെ എല്ലാവരും ഒന്ന് കൂടിയതിൻ്റെ ശേഷം പിന്നെ തീരുമാനിക്കും നമുക്ക് കുളിപ്പിച്ചടുത്തൊക്കെ അല്ലേ എന്നറിയും. അപ്പോഴേക്ക് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടുംബങ്ങൾ തമ്മിൽ കാണലും ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മറവൊക്കെ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞിട്ടേ കുടുംബങ്ങൾ പിരിയുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു കാലം കഴിഞ്ഞു പോയി. ഇന്നങ്ങനെയല്ല. ഇന്ന് എത്ര മണിക്കാണ് മൈതസ്കാരം തീരുമാനിക്കും? 8:30 എന്ന് പറഞ്ഞാൽ ബൈക്ക് ഇങ്ങോട്ട് നിർത്തിയിട്ട് വേഗം വന്നിട്ട് ആ പള്ളിൻ്റെ മുമ്പിൽ അങ്ങോട്ട് നിർത്തുക. ആ 8:30 കറക്റ്റിന് ആ പള്ളി കയറുക, കൈ കെട്ടുക, കൈ 4 തക്ബീറും ചൊല്ലി സലാം വീട്ടി അതാ കിടക്കണേ. ബൈക്ക് കൊടുത്ത് പോയി. എവിടെ കവറിന്ന് പോലും പോയി നോക്കാൻ നമുക്ക് നേരല്ല. അതാണ് നമ്മുടെ സ്ഥിതികള്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ആ ഒരു നിലക്കുപ്പ കുടുംബം ഒന്നും ചേർക്കാൻ കഴിയുന്നില്ല. പിന്നെ നമ്മൾ കാലോചിതമായിട്ടുണ്ടാക്കുന്ന ഒരു വഴിയാണ് ഇങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടുക എന്നുള്ളത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വരിക, കുറച്ച് പ്രസംഗങ്ങൾ നടത്തുക, അതെല്ലാവരും കേൾക്കുക, അത് കഴിഞ്ഞ് എന്നാണ് ഇറങ്ങി പോവുക എന്നുള്ളതാവരുത്. ഇപ്പം ഈ കൂടി നിൽക്കുന്ന ആളുകൾ ഹബീബല്ല ഇരിക്കണേ, ഹബീബല്ലേ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാം? തമ്മിൽ ചോദിക്കുക. നിൻ്റെ ഉപ്പാൻ്റെ പേരെന്താണ്? ഉപ്പാൻ്റെ പേരെന്താണ്? ഉപ്പാൻ്റെ അനിയൻ്റെ പേരെന്താണ്? ജ്യേഷ്ഠൻ്റെ പേരെന്താണ്? അതാരാണ്? അതിൻ്റെ ആരാണ്? ഇത് നിൻ്റെ ആരാണ്? ഞാൻ അങ്ങ് തമ്മിൽ പരിചയപ്പെടുത്തി കൊടുക്കുക. തമ്മിൽ ഇങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെട്ടിട്ട് നമ്മളെ കുടുംബങ്ങൾ തമ്മിൽ കണ്ടാൽ എപ്പോഴും അറിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ഈ സ്റ്റേജിന്മേൽ തന്നെങ്കിൽ എല്ലാവരും ഒന്ന് മുഖം കാണിച്ച് പോകണം എന്നൊരു അഭിപ്രായം ഉണ്ട് എനിക്ക്. തോനാളില്ലല്ലോ. ഒക്കെ ഒന്ന് വന്നുകാണ്ട് സ്റ്റേജിന്മേലെ ഒന്ന് കയറിയിട്ട് ഞാൻ ഇന്നാലിൻ്റെ വാപ്പാൻ്റെ മോനാണ്, അതുപോലെ തന്നെ എൻ്റെ വല്യാപ്പാൻ്റെ പേര് ഇന്നാലിനതാണ്, അത് എൻ്റെ പേര് ഇതാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ കേട്ട ആളുകൾക്കെങ്കിലും അന്ന് പറഞ്ഞതിനെല്ലാം ചില ഓർമ്മയെങ്കിലും കിട്ടും. അപ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യുക? ഒന്ന് പരിചയപ്പെടുത്തലൊക്കെ നല്ലതാണ്. എന്താ ചേക്കുട്ടി, അങ്ങനെ നല്ലതല്ലേ ഒന്ന് പരിചയപ്പെടുത്തല്? അങ്ങനെ തമ്മിൽ നമ്മൾ നല്ലോണം അറിയണം. ഇനി നമ്മളെ കുടുംബത്തിൻ്റെ പൊതുവായ സ്വഭാവം ഞാൻ പഠിച്ചു നോക്കുമ്പോൾ നമ്മളെ കുടുംബങ്ങൾക്ക് പൊതുവെ വിട്ടുവീഴ്ച ഉണ്ട്. നിങ്ങൾക്ക് തോന്നിയെന്നറിയില്ല. ഞാൻ പഠിച്ചു നോക്കുമ്പോൾ മറ്റു കുടുംബങ്ങളെ അപേക്ഷിച്ച് നമ്മളെ ഈ തവരക്കാട് കുടുംബത്തിന് വിട്ടുവീഴ്ച മനസ്സുണ്ട്. വിട്ടുവീഴ്ച മനസ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യൂല? ഒരു വാശി പിടിച്ചിട്ട്, അതല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലാണെങ്കിലും വാശി പിടിച്ചിട്ട് അയിമ കൂടുന്നൊരു സ്വഭാവമല്ല. മറിച്ച് അതായിക്കോട്ടെ, എൻ്റെ വാപ്പയ്ക്ക് എത്രയോ എന്തെങ്കിലും ഒരാൾ വന്നിട്ട് പറയാം, ആ തെങ്ങ് ഞാൻ കുഴിച്ചിട്ട തെങ്ങ് തയ്യേരി എന്ന് പറഞ്ഞാൽ വാപ്പ എന്ത് പറയുന്ന അറിയോ? ഈ അതിര് പറഞ്ഞ വെച്ചാൽ അതിലാണ് ഈ അതിരി അട്ടിക്കുക, അതിന് ബാക്കി മതി അമ്മക്ക് അറിയാം. അല്ലാതെ അവിടെ മെസ്സിൽ പിടിച്ചിട്ട് അത് ഞാൻ കുഴിച്ചിട്ട തെങ്ങ് തയ്യാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ടൈമ പിടിച്ചിട്ട് അങ്ങനെ ഒരു വാശി പിടിക്കുന്നൊരു സ്വഭാവം നമ്മളെ പിന്നെ ഈ കുടുംബത്തിൽ കാണുക. അതുപോലെ തന്നെ നമ്മളെ ഈ കുടുംബത്തിലെ പെൺമക്കള് സ്ത്രീകളും ഒക്കെ ഒരിക്കലും അവിടെ തൊലാക്ക് ചെല്ലപ്പെടേണ്ട ഗതി ഉണ്ടാകാറില്ല. ദുസ്വഭാവം കാരണമായിട്ട് നല്ല വിട്ടുവീഴ്ചയുള്ള
തവരക്കാട് കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് അധികവും, ഒറ്റപ്പെട്ട സംഭവമല്ല ഞാൻ പറയുന്നില്ല, അധികവും അവിടെ തലാക്ക് ചെല്ലപ്പെടേണ്ട ഗതി സ്വഭാവം മോശമായതുകൊണ്ട് ഒരിക്കലും ഭർത്താവ് ഒരിക്കലും ഒരു തറവാട കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഒഴിവാക്കേണ്ട ഗതി വരാറില്ല. അത് കെട്ടിച്ചാൽ പിന്നെ അവർ മരണം വരെ ആ ഒരു ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിച്ചു പോകുന്നതാണ് അധികം കാണാറുള്ളത്. കാരണം അവിടെ നമ്മുടെ ഈ കുടുംബത്തിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ അത് സാരല്ല എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുവാനുമുള്ള ഒരു മനസ്സുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബം സഹായം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ സഹായം ചെയ്തു കൊടുക്കും. പക്ഷേ തരത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ലെന്നറിയോ, ആളാകാൻ പോകില്ല. കുറച്ച് ആളാകാന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. നമ്മൾ അവിടെ പോയിട്ട് അവിടെ ചെന്നിട്ട് ഞാനാണ് അതിൻ്റെ ക്രെഡിറ്റ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിൻ്റെ ക്രെഡിറ്റ് കൈകലാക്കാൻ വേണ്ടി ഇങ്ങാണ്ടുണ്ടാവുന്ന ഒരു എടുത്തു ചാടിയിട്ട് ആളാകുന്നൊരു സ്വഭാവമല്ല. പക്ഷേ വേണ്ടതൊക്കെ പോലെ ചെയ്തു കൊടുക്കാൻ അവർ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരുപാട് സൽഗുണങ്ങൾ നമ്മുടെ ഈ കുടുംബത്തിന് പലരിൽ നിന്നായിട്ട് കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ശരിയെല്ലാം തോന്നിയിട്ട് തിരുത്താം, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞു, മനസ്സിലാക്കിയത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ കുടുംബം താനൂര്, ഇപ്പോൾ പറഞ്ഞു നോക്കുമ്പോൾ കണ്ണൂര്, അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും തൊട്ടടുത്ത കുടുംബങ്ങളിൽ തന്നെ ശരിക്കും ഏരും അഡ്രസ്സ് ഉള്ളത് തന്നെ നമ്മുടെ ഒളവട്ടൂരിൽ ധാരാളമുണ്ട്. പൊന്നാട് പിന്നെ കൂടുതലില്ലെങ്കിലും അത്യാവശ്യം പൊന്നാടുമുണ്ട്. കാവനൂരിൽ ഏറ്റവും വലിയൊരു കുടുംബം തന്നെയാണ് തവരക്കാടൻ. ആ തവരക്കാടന്മാർ ഇഷ്ടം പോലുള്ള സ്ഥലമാണ് കാവനൂർ. പിന്നെ ഇരുവേറ്റി എന്ന എൻ്റെ നാട്, അവിടെ അത്യാവശ്യം തവരക്കാടന്മാരുണ്ട്. പിന്നെ ഒതായി ചാത്തല്ലൂർ ഭാഗത്തിൽ ഏകദേശം 60% കൂടുതലും തവരക്കാടന്മാരാണ്. അവരെ കുടുംബത്തിൽ അംഗസംഖ്യ കൂടുതലുണ്ട്. ഓരോ വാപ്പാക്ക് തന്നെ തോന മക്കള് നമ്മളെ ഭാഗം. എൻ്റെ വാപ്പാക്ക് 7 മക്കളുണ്ട്, എനിക്കും 7 മക്കളുണ്ട്. അങ്ങനെ കൂട്ടി ഞങ്ങളെ കുടുംബത്തിനൊക്കെ പൊതുവെ കൂടുതൽ അംഗസംഖ്യ കൂടുതലുള്ള നമ്മുടെ ഒരു കുടുംബമാണ് നമ്മുടെ ഈ തവരക്കാട് കുടുംബം. പക്ഷെ ഇപ്പം பார்த்த ഈ പുതിയ ഈ മനസ്ഥിതി വന്നപ്പോൾ, ഇപ്പോഴത്തെ പുതിയ മനസ്ഥിതി എന്ന് പറഞ്ഞാൽ ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പകർത്തിയപ്പോൾ കുറച്ചൊക്കെ നമ്മളേക്കും പകർന്നു വന്നോന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും നമ്മുടെ കുടുംബം പൊതുവെ ഒരു വികസന ഉള്ള കുടുംബമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധം ചേർക്കണം എന്ന് പറഞ്ഞത് ഭയങ്കര ഗൗരവത്തിലാണ് പ്രയോഗിച്ചത്. ഗൗരവത്തിൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞത് അത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അഹ്റാം, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം, അതിലേക്ക് ചേർത്തിക്കൊണ്ട് നിങ്ങൾ കുടുംബത്തെയും സൂക്ഷിക്കണം. അത് മുറിയാൻ പാടില്ല. അള്ളാനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിലേക്ക് ചേർത്തിയിട്ട് നിങ്ങൾ കുടുംബത്തെയും സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ഗൗരവം കുറച്ച് വലുതാണ്. കുടുംബബന്ധം മുറിച്ചാൽ പിന്നെ എൻ്റെ അമൽ സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ നന്നായി കുടുംബബന്ധം ചേർക്കണം. ഇനിയൊരു അവസരം ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നമ്മുടെ വലിയൊരു സംഗമം തവരക്കാട് കുടുംബത്തിൻ്റെ വെച്ചിട്ടുണ്ട്. അത് ഡിസംബർ 27-ാം തീയതി അല്ലേ, ഡിസംബർ 29-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അതിൻ്റെ ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ട്, സ്ഥലം ഫിക്സ് ആയിട്ടില്ല. അങ്ങനെ കാവലൂരിൽ നിന്നാകണമെന്ന് ഏകദേശം 90% തീരുമാനം വന്നിട്ടുണ്ടെങ്കിലും 100% ആയിട്ടില്ല. ഏതായാലും വലിയൊരു കുടുംബസംഗമം നമുക്ക് വരുന്നുണ്ട്. ആ കുടുംബസംഗമം ഇൻഷാ അല്ലാഹ് നന്നായി നമുക്കതിലെ വളരെ വളരെ ബഹുമുഖ പദ്ധതികളോടുകൂടെ തന്നെ അതിൻ്റെ ഹറാം ഹലാലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് വേണ്ടതുപോലെ നമുക്ക് ഹറാം ഹലാൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ പ്രാവശ്യം നമുക്കതൊക്കെ വളരെ ദീനിയായ രീതിയിൽ തന്നെ നമുക്കത് വൃത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നല്ല രീതിയിലത് നമുക്ക് നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടല് ആഖിറത്തിലേക്കുള്ളൊരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും ഇവിടെ വന്ന പുരുഷന്മാരൊക്കെ ഒന്ന് വന്നിട്ടൊന്ന് പരിചയപ്പെടുത്തി അവിടെ പേരും അഡ്രസ്സൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവിടെ എന്താ ജോലി ചെയ്യണത് എന്നും, പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ ഇന്നാലെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നാലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും, ഇന്നാലെ വാപ്പാൻ്റെ മോനാണ് എന്നും, അല്ല അഞ്ഞൂരത്തെ പ്രത്യേക തൊഴിലിലെ ആളാണെങ്കിൽ ആ തൊഴിലെന്താണ് എന്നും, അതുപോലെ തന്നെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഖത്തറിൽ
ഖത്തറിലാണെങ്കിൽ ഞാൻ ഖത്തറിലാണ്, ജോലി ഇന്നാലാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ തമ്മിലൊക്കെ ഒന്ന് അറിയാനും അത് എന്നേക്കും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനൊക്കെ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇനിയും നമുക്ക് പറയാം. പറയുന്നത് അള്ളാഹു അവസരവും തൗഫീഖും നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒറ്റ വാക്കിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.